നോക്കൂ മിസ്സിസ് രാജേഷ്, രാജേഷിന്റെ മരണം നിങ്ങൾ ആകെ തളർത്തിയിരിക്കുന്നു. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലേ? നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. അതിനെ അതിജീവിച്ചല്ലേ മതിയാവും. മോൾ അച്ഛൻ പറയണത് അനുസരിക്കും. നമുക്ക് മടങ്ങി നാട്ടിലേക്ക് പോകാം. അതാണ് ചേച്ചി നല്ലത്. മിസ്സിസ് രാജേഷിനെ സർവീസിലേക്ക് എടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. താമസിയാതെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടും. ജോലിയും ജീവിതവും ഒക്കെ ആവുമ്പോൾ മെല്ലെ ഈ ഷോക്കിനെ അതിജീവിക്കാൻ കഴിയും. ടിൽ ദെൻ അച്ഛന്റെ കൂടെ നാട്ടിലേക്ക് പോകും. എന്നെ ആരും നിർബന്ധിക്കരുത്. രാജേട്ടന്റെ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് തിരിച്ചു പോവാനാണ് വിധി. പക്ഷേ അതിനു മുൻപ് എനിക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ട്. മോളെ, നീ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? അച്ഛന് ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് കഴിയേണ്ടവളല്ലേ അച്ഛാ ഞാൻ. എന്റെ സഹായം വേണമെങ്കിലും ഒരനുജനായി പ്രസാദ് ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ചേച്ചി ഇല്ല, എന്റെ തീരുമാനം മാറ്റാൻ എനിക്കാവില്ല. ഞാൻ പോയില്ല. തുളസിയോ? തുളസി ഇരിക്കും. വേണ്ട, ഞാൻ വന്നതിരിക്കാനും ഉപചാരങ്ങൾ സ്വീകരിക്കാനും അല്ല, നിങ്ങളെ ഒന്ന് കാണാൻ മാത്രമല്ല, അഭിനന്ദിക്കാൻ കൂടി. രാജേട്ടൻ കൊല്ലപ്പെട്ടത് അതിന്റെ പിന്നിൽ നിങ്ങളാണ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. അതിന് നിങ്ങളെ അഭിനന്ദിക്കാൻ. നിങ്ങളല്ലേ രാജേട്ടനെ കൊന്നത്? നിങ്ങളുടെ കൈ കിടന്നല്ലേ രാജേട്ടൻ മരിച്ചത്? പറയൂ, നിങ്ങളല്ലേ എന്റെ രാജേട്ടനെ കൊന്നത്? പറയൂ. അത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടത്ര മുന്നറിയിപ്പ് ഞാൻ തുളസിക്ക് തന്നു. ഒന്നല്ല, 2 തവണ ഇതിനുവേണ്ടി മാത്രം ഞാൻ തുളസിയെ കാണാൻ വന്നു. കൂട്ടാക്കിയില്ല. ഒളിച്ചും പതുങ്ങിയുമല്ല, തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. എങ്കിൽ ഇതുകൂടി കേൾക്കൂ. നിങ്ങളുടെ മുഖത്ത് നോക്കി അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി എന്റെ ജീവിതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളോട് പകരം ചോദിക്കുക. നിങ്ങളുടെ നാശം കണ്ടിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. Then do it and get lost. I can get lost! Please!